നിനക്കത്ത് തന്തയുണ്ട്, നീ ആരോഗ്യ കൂടെ കിടന്നിട്ട് വേറെ കള്ളുടിച്ച വയറ്റിക്കണം. യെസ്, എക്സാക്ട്ലി ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഒരുപാട് നാളെ കേൾക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊന്നും അല്ല. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സംതിങ് ദാറ്റ് ഹാപ്പൻ യെസ്റ്റർഡേ. ദിസ് ഗായ് ഓൾറെഡി ഹാഡ് ക്യാമറ ഇൻസ്റ്റാൾഡ് ഇൻ ഹിസ് കാർ വേർ ബേസിക്കലി ഞാൻ പിക്കപ്പ് ചെയ്ത സമയം മുതൽ ഐ ഹാവ് നോട്ട് സ്പീക്കൺ എ വേർഡ്, ലൈക്ക് ഒരു വേർഡ് പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. എന്റെ വീടിന്റെ ലൊക്കേഷൻ എത്താറാകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്റെ വീട്ടിലേക്കുള്ള റൂട്ടാണ്. അപ്പോഴാണ് ആൾ പറഞ്ഞത് ഇല്ല ഇതിങ്ങനെയാണ്, ഇതിൽ ഇത് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്, പക്ഷെ ഇതാണ് എന്റെ വീട്ടിലേക്കുള്ള വഴി. അതിന് മുകളിൽ ഇവിടെ 10 വർഷമായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് എനിക്കറിയാം നീക്ക് എവിടെ കിടന്നിട്ട് വരുന്നത്, എനിക്ക് ഏത് വഴിയാണ് പോകേണ്ടത്, പോലീസ് സ്റ്റേഷൻ വഴി പോവാതിരിക്കാനാണ് നീ ഇങ്ങനെ ചെയ്യണത്. ഐ വാസ് ലൈക്ക് എരൂർ മുതൽ എന്റെ വീട് വരെ ഒരുപാട് പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് വന്നിട്ട് അതിലെ കൂടെ ഇതാണ് എന്റെ വഴി എന്ന് പറയുന്നതിൽ എനിക്കത് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് തന്നെ ആള് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കള്ളു കുടിച്ചിട്ട് ഞാൻ വണ്ടിയുടെ ബാക്കിലിരിക്കണം, ഞാൻ വണ്ടി ഓടിക്കല്ല ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് ഹാവ് ടു ബി സ്കെയർ ലൈക്ക് ഈവൻ എ പോലീസ് സ്റ്റേഷൻ ഇസ് റൈറ്റ് ദെയർ. പോലീസ് അവരായിരിക്കും ആദ്യം പിടിക്കാൻ പോണേ, എന്നെ അല്ല. സോ ഐ ഡോണ്ട് ഹാവ് ടു ബി ബോതേർഡ് അബൌട്ട് ഇറ്റ്, സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ അല്ല, ആക്ച്വലി അവൻ തെറ്റിപ്പോയി. പോലീസ് സ്റ്റേഷൻ വഴിയാണ് ഞാൻ ആക്ച്വലി എന്റെ വണ്ടി എടുത്തത്, അത് അവന് മനസ്സിലായില്ല. എനിവേ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കാറിന്റെ ഉള്ളിൽ ഇനഫായിട്ട് കോണ്ടന്റ് ആൾക്ക് കിട്ടിയില്ല. ഇത് നിങ്ങളെല്ലാരും കാണുന്നത് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതും അവൻ കാശ് തന്നിട്ട് കൂടി ഇതൊക്കെ പറയണത്. ബട്ട് ആക്ച്വലി ദിസ് ഇസ് നോട്ട് വാട്ട് ഹാപ്പൻ. കാറിന്റെ ഉള്ളിൽ തന്നെ ഈ ബേസിക്കലി അബ്യൂസ്ഡ് മീ ആൻഡ് ദാറ്റ് ഇസ് വൈ ഐ വാക്ക്ഡ് ഓഫ് ദ കാർ. ആൻഡ് അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിന്റെ മോനെ എന്നെ കൊണ്ട് നിന്റെ തന്തയെ വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് walk off ചെയ്ത് I will pay directly to the Uber and after making the complaint എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. He understood he did not get the content that he was waiting for. He actually chased behind me, which was another like 300 meters away from my home. I was walking. He came directly in front of me and then stopped the car and again he started to abuse. And ആ അബ്യൂസിൽ ഞാൻ ഒരു വേർഡ് തിരിച്ചു പറഞ്ഞില്ല because I understood that he was only trying to provoke. And എന്റെ വായിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വഭാവമല്ലേ, നമ്മളും കേട്ട് നിൽക്കില്ലല്ലോ, നമ്മളും തിരിച്ചു പറയും. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ അത് റിയാക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ അപ്പോഴും വാക്ക് ഓഫ് ആണ് ചെയ്തത്. എനിക്ക് എവിടെ വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യും, എനിക്ക് ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാ പോണ്. അവിടെയും അവൻ പിന്നെയും പറയണം. സോ ലെറ്റ് മീ ആസ്ക് യു വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ. അവൻ എടുത്തിരിക്കുന്ന വീഡിയോയിൽ തന്നെ അവൻ എന്നെ എത്ര തന്തമാരുണ്ടെന്നും മറ്റേ ആരുടെയൊക്കെ കൂടി പോയി കിടക്കുന്നെന്നും അവനെ കുറിച്ച് വയറ്റി കിടക്കണം, ഞാനാണോ പെണ്ണാണോ എളുപ്പമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. So what do you think ആ കാറിന്റെ ഉള്ളിൽ എന്ത് ഇൻസിഡന്റ് ആയിരിക്കും ഉണ്ടായത് which is not even shown to you? And why would someone whose house is only 8 meters away has to walk down out of the car? ഒരു 250 രൂപയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ടോ? It is about self-respect because I don't have to listen to somebody. I booked the cab to go to my home. എന്റെ വീട് 800 meters away ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം, എനിക്ക് വീട്ടിൽ പോയി ഇറങ്ങുന്ന സമയത്ത് I can exactly make a call to the Uber. But no, I could not listen to his shit anymore and I had to walk out of the car. നമ്മൾ ഒരിക്കലും അത് കേട്ട് നിൽക്കേണ്ട എനിക്ക് തോന്നില്ല ആശയാണ്. ഇതൊരു ഡേ ടൈം ഇൻസിഡന്റ് ആണ്. I'm just saying that if this would have happened in the night, I'm literally saying I'm not scared about these incidents. Of course I can face them, but not everybody else can. He is absolutely a psycho who's under a different kind of substance for sure. അതുകൊണ്ട് അവൻ ബാഡ് അടിച്ചിട്ടാണോ അവന്റെ ഒരു ബിഹേവിയറിൽ ഒരു എന്താ പറയുക ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും കാണുന്നുണ്ട്. ഞാൻ വാക്ക് ഓഫ് ചെയ്യാനാണ് നോക്കിയത്. ഐ വാസ് നോട്ട് ഷൗട്ടിങ് അറ്റ് ഹിം. ഐ ലിറ്ററലി സെഡ്, വണ്ടി ഇറങ്ങുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് പോലും ഞാൻ അവന് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ബിക്കോസ് ഐ വാസ് ലിറ്ററലി സ്കെയർഡ്. ഐ ഹാഡ് ടു കം ഔട്ട് ഓഫ് ദ കാർ ടു കോൾ ദാറ്റ് ഗായ് ആൻഡ് ലിറ്ററലി ഗിവ് ഹിം എ ഷേക്ക് ആൻഡ് വാക്ക് ഓഫ്. അതാണ് എന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടും എന്റെ സിസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിൽ പോയിട്ടും എന്റെ മരിച്ചുപോയ തന്തേനെ വിളിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ അടുത്ത് ഒരുപാട് പണിയുള്ള ആളാണ്, എനിക്ക് നല്ലപോലെ വർക്കും ചെയ്യണം. സോ ഊബർ ഹാസ് ടോൾഡ് മീ നോട്ട് ടു പേ. ആൻഡ് യെസ്, ബൈ ദ വേ ഐ ഫോർഗോട്ട് ടു ടെൽ യു, ഞാൻ FIR കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് അതിന്റെ കോപ്പി ഞാൻ ഷെയർ ചെയ്യാം. Will exactly know what happened because I will absolutely have control over the complete video. And അവൻ സ്മാർട്ട് ആണെങ്കിൽ അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്തില്ലെങ്കിലും ദിസ് ഇസ് സൈബർ വേൾഡ് മൈ ഡിയർ. നമുക്ക് ഉറപ്പായിട്ടും അത് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മോനിനി എന്തൊക്കെ ചെയ്താലും കറക്റ്റായിട്ട് മാപ്പ് പറയാതെ ഞാൻ നിന്നെ വിടില്ല. അത് മാത്രമേ എന്റെ റിക്വയർമെന്റ്. അപ്പൊ ശരി, ഞങ്ങളൊക്കെ കാണിച്ച് കുറച്ച് കാശുണ്ടാക്കിക്കോ, ഒരു പ്രശ്നമില്ല, കാര്യമില്ല. ഞാൻ ട്രാൻസ് ആണോ അല്ലെങ്കിൽ എന്നെ ആണാണോ പെണ്ണാണോ സംശയമുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഞാൻ വുമനാണെന്ന് പ്രൂവ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആണുങ്ങളാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവും.
എനിക്ക് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഐ വിൽ റെസ്പെക്ട്ഫുള്ളി ടേക്ക് ഇറ്റ്. You can call me trans. I'll only feel good about it. I have no shame. നിങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് കാണുന്നത് എനിക്കത് വലിയ ചെറുതായിട്ട് തോന്നുന്നില്ല. അപ്പോ നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും that really is going from here. So this is only for people who basically concerned about me and have been messaging me like literally what happened. This is exactly what happened. 250 rupees was not the problem. It was all about the self-respect and the kind of abuses that I had to go through inside the car. I had to literally make a choice and walk out. So that's all. I think that would suffice, but I'm sure ഇത് കേട്ടിട്ട് മനസ്സിലാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല മാഷേ.